ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഉള്ളടക്കത്തിന് പിന്തുണ നൽകുന്നത് plotsformovies.com ആണ്. ഇതൊരു AI പവേർഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ 1 മിനിറ്റ് ട്രെയിലർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നത് അരവിന്ദ് അഡിഗയുടെ ദി വൈറ്റ് ടൈഗർ എന്ന ബുക്കർ സമ്മാനം നേടിയ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ രേഖകളാണ്. ഇത് എന്താ പറയാ, ആധുനിക ഇന്ത്യയിലെ ആ ഒരു വർഗവ്യത്യാസങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഡാർക്ക് ഹ്യൂമർ ടച്ചോടെ പറയുന്ന ഒന്നാണ്, അല്ലേ? തീർച്ചയായും. ഇതൊരു സാധാരണ കഥയല്ല. ഇതിലെ പ്രധാന കഥാപാത്രം ബൽറാം ഹൽവായി. ബൽറാം. അതെ, അവന്റെ യാത്രയാണ്. ദാരിദ്ര്യത്തിന്റെ ആ ഇരുട്ടിൽ നിന്ന് അവനൊരു സംരംഭകനാകാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ യാത്രയിലൂടെ ശരിക്കും ഇന്ത്യൻ സമൂഹത്തിലെ പല കാര്യങ്ങളും തുറന്നു കാണിക്കുന്നുണ്ട്. അസമത്വം, അഴിമതി, പിന്നെ ധാർമ്മികമായ പല ചോദ്യങ്ങളും. ഈ രേഖകളിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഇന്ത്യയെ ഇരുട്ടും വെളിച്ചവുമെന്ന് രണ്ടായിട്ട് കാണുന്നത്. അതെന്താണ് സംഭവം? ശരിയാണത്. വെളിച്ചമെന്ന് പറയുമ്പോൾ ഈ സമ്പന്നത, അവസരങ്ങൾ, കൂടുതലും നഗരങ്ങളിലെ ഒരു ജീവിതം. ഇരുട്ട് എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം, അവസരങ്ങളില്ലാത്ത അവസ്ഥ. അപ്പൊ ബൽറാമിന്റെ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ, ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിനെ അങ്ങ് മറികടന്നേ പറ്റൂ. വെറുതെ അനുസരിച്ച് നിന്ന് രക്ഷയില്ല. ഇതൊരു സ്ഥലത്തിന്റെ വേർതിരിവ് മാത്രമല്ല, അല്ലേ? ഒരു മാനസികാവസ്ഥ കൂടിയാണെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായും. അതൊരു ചിന്താഗതി കൂടിയായി മാറുന്നുണ്ട്. ആ ഇരുട്ടിലെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയാനാണോ ഈ കോഴിക്കൂട് എന്നൊരു രൂപകം ഉപയോഗിക്കുന്നത്? അത് ഭയങ്കരമായി തോന്നി. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിക്കും പറഞ്ഞാല് തങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു അടിച്ചമർത്തലിനെതിരെ ഒന്നും ചെയ്യാതെ വിധിയാണെന്ന് കരുതി ജീവിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെയാണത് കാണിക്കുന്നത്. ശരിയാണ്. ഒരു കോഴിക്കൂട്ടിൽ കശാപ്പുകാരൻ ഓരോ കോഴിയായി കൊല്ലുന്നത് കണ്ടിട്ടും അടുത്തത് താനാണെന്ന് അറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കാത്തൊരവസ്ഥ. ഭയങ്കരം തന്നെ. ആ ഒരു മാനസികാവസ്ഥയെ അതിനെ ഭേദിക്കുന്ന ഒരാളാണ് ബൽറാം. അവനൊരു വെള്ളക്കടുവയാണ്. അതായത് തലമുറയിൽ ഒന്നോ മറ്റോ ഉണ്ടാകുന്ന ആ കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ ധൈര്യമുള്ള ഒരാൾ. അപ്പൊ ഈ കോഴിക്കൂട് പൊടിച്ച് പുറത്തു വന്നാലും അവനെ കാത്തിരിക്കുന്നത് അഴിമതിയുടെ ഒരു ലോകമാണല്ലോ. ഈ രേഖകളിൽ അഴിമതിയെപ്പറ്റി എന്താ പറയുന്നേ? അഴിമതി ഇവിടെ ഒരു തെറ്റായ പ്രവണത എന്നതിലുപരി ആ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതെ. താഴെയുള്ളൊരു ഡ്രൈവർ തൊട്ട് മുകളിലുള്ള രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വരെ എല്ലാവർക്കും മുന്നോട്ടു പോകണമെങ്കിൽ ഇതിന്റെയൊക്കെ ഭാഗമാകേണ്ടി വരും. അതായത് അതൊരു നോർമൽ കാര്യമായി മാറിയിരിക്കുന്നു. അതെ, അതിജീവിക്കാൻ അതൊരു മാർഗമായി പോലും മാറിയിരിക്കുന്നു. അത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ബൽറാം മാറുന്നത്. വെറുമൊരു ഡ്രൈവറിൽ നിന്ന് ഒരു സംരംഭകനിലേക്ക്. പക്ഷേ ആ മാറ്റത്തിന്റെ വഴിയിൽ ഒരു കൊലപാതകം വരെയുണ്ട്. അവന്റെ ആ ഒരു പരിണാമം അത് വളരെ സങ്കീർണമാണല്ലോ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അവന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. യജമാനന്മാരോട് ദേഷ്യമുണ്ട്, അതേസമയം അവരെപ്പോലെ ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവരുടെ കാപട്യമൊക്കെ അവൻ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് അവൻ മാറുകയാണ്. അവൻ മാറുന്നു. പക്ഷേ അവൻ തെരഞ്ഞെടുക്കുന്ന വഴി, ആ സ്വാതന്ത്ര്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വഴി, അത് ധാർമ്മികമായി ശരിയല്ല. അത് നിങ്ങളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും. അപ്പോ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? ഇവിടെ ശരി തെറ്റുകളൊക്കെ ആപേക്ഷികമാണോ? അതാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ രേഖകൾ നമ്മളോട് ചോദിക്കുന്നൊരു പ്രധാന ചോദ്യം. ബൽറാം ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇല്ല. പക്ഷേ അവൻ ജീവിക്കുന്ന ആ സമൂഹം എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യവും വരും. അവൻ സാഹചര്യങ്ങളുടെ ഒരു ഇരയാണോ, അതോ അവൻ തന്നെ ഒരു വില്ലനായി മാറുകയാണോ? ഇതിനൊരു എളുപ്പമുള്ള ഉത്തരമില്ല. ആ ഒരു ധാർമ്മികമായ വിഷമം നിങ്ങൾക്കും തോന്നും വായിക്കുമ്പോൾ. ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അഡിഗയുടെ എഴുത്ത് ശൈലിയെക്കുറിച്ച് ഈ സംഗ്രഹത്തിൽ പറയുന്നുണ്ട്. നല്ല വേഗതയുള്ള, കുറച്ച് ആക്ഷേപഹാസ്യമൊക്കെ കലർന്ന എഴുത്താണെന്നോ? അതെ, അതൊരു പ്രത്യേകതയാണ്. നല്ല ഡാർക്ക് ഹ്യൂമറുണ്ട്. പിന്നെ ഇന്ത്യയുടെ ആ യാഥാർത്ഥ്യങ്ങളെ ഒരു മയവുമില്ലാതെ മുഖം നോക്കാതെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ക്രൂരമായിട്ട് പോലും തോന്നാം.
ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു റൊമാൻറ്റിക് കാഴ്ചപ്പാടേയില്ല. അതിന്റെ ആ കാഠിന്യം നേരിട്ട് കാണിക്കുന്നു. അതെ, പച്ചയായിട്ട് തന്നെ കാണിക്കുന്നു. ആ ശൈലി കാരണം വിഷയത്തിന്റെ ആ ഒരു ആഘാതം കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് 2008 ബുക്കർ സമ്മാനം കിട്ടിയത് വലിയൊരു അംഗീകാരമായി അല്ലേ? തീർച്ചയായും. ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ഒരുപാട് ചർച്ചകൾ വന്നു. കാരണം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ, കുറച്ചുകൂടി വിമർശനാത്മകമായ ഒരു ചിത്രീകരണമായിരുന്നു അത്. അതുകൊണ്ട് ഒരുപാട് പേർ സ്വീകരിച്ചു, ചിലർ വിമർശിച്ചു. ഇപ്പോഴും പ്രസക്തമാണ് ആ വിഷയങ്ങൾ. അതെ, വർഗം, അധികാരം, ധാർമ്മികത, ഈ വിഷയങ്ങളിലൊക്കെ ഇന്നും ഈ പുസ്തകത്തിന് പ്രസക്തിയുണ്ട്. അപ്പൊ ഈ രേഖകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന ചിന്ത എന്തായിരിക്കും? ഈ രേഖകൾ വ്യക്തമാക്കുന്നത് പോലെ ദി വൈറ്റ് ടൈഗർ നമുക്ക് എളുപ്പമുള്ള ഉത്തരങ്ങളൊന്നും തരുന്നില്ല. ഇല്ല. പകരം നമ്മുടെ സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും പിന്നെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഒരാൾ എവിടം വരെ പോകാൻ തയ്യാറായേക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ചിലപ്പോൾ അത്ര സുഖകരമല്ലാത്ത സത്യങ്ങളെ നേർക്കുനേർ കാണാൻ നമ്മളെ നിർബന്ധിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കണ്ണാടി. അതെ, അത് തന്നെ. അപ്പൊ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഒരാൾക്ക് മുന്നോട്ടു പോകാൻ, അതിജീവിക്കാൻ വേണ്ടി തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അവൻ ജീവിക്കുന്ന സിസ്റ്റത്തിന്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആ വ്യക്തിക്ക് മാത്രമാണോ, അതോ ആ സിസ്റ്റത്തിനും അതിൽ പങ്കില്ലേ? ഇതൊന്ന് ചിന്തിക്കാവുന്നതാണ്. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.